ശ്രീജിത്ത് ശ്രീകുമാരൻ നൽകുന്ന ഒരു വാർത്ത കുറച്ചു മുൻപേ നൽകിയ അറിയിക്കുന്നുണ്ട്. അതെ, അപ്പോൾ ആ വാർത്തയുടെ ഒരു തുടർ വാർത്ത വരുന്നുണ്ട്, അതിലേക്ക് പോവാം. അന്വേഷണ ഉദ്യോഗസ്ഥൻ 13 വയസ്സുകാരിയെ പീഡിപ്പിച്ച സംഭവത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ സംസാരിക്കും. മാസമായിട്ട് ഒളിവിൽ പോയിരിക്കുകയായിരുന്നു ഈ 1ഉം 2ഉം പ്രതികൾ. ഈ കുട്ടിയുടെ അമ്മയും പ്രതിയാണ്. പോലീസ് ഒരുപാട് അന്വേഷണങ്ങൾ നടത്തിയിട്ടും പിടിതരാതെ കർണാടകത്തിലും മറ്റുമായിട്ട് ഒളിവിൽ കഴിയുകയായിരുന്നു. നമ്മളുടെ പോലീസ് ടീം ഇതിനൊരു പ്രത്യേക ടീം ഉണ്ടാക്കിയിരുന്നു. അവർ വളരെ സമർത്ഥമായി അന്വേഷിച്ച് ഇയാളുടെ ഒളിയിടം മംഗലാപുരത്ത് നിന്നും കണ്ടെത്തുകയും 2 ദിവസമായിട്ട് മംഗലാപുരത്ത് തമ്പടിച്ച് അവർ അതിലേക്ക് ഈ പ്രതികളെ 2 പേരെയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരികയും ചെയ്തു. തീർച്ചയായിട്ടും അത് അതിനെ തുടർന്ന് ഇത് CWCയിലെത്തുകയും അങ്ങനെ അത് അവരുടെ കൗൺസിലിങ്ങിലും മറ്റു കാര്യങ്ങളിലുമാണ് ഇത് വെളിവാകുന്നത്. അതിനുശേഷം നമ്മൾ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കുകയായിരുന്നു. ഇപ്പോൾ 2.5 മാസമായി. ഇയാളുടെ കൂടെ നാട്ടിൽ നിന്നും ആദ്യ ഭർത്താവിനെ ഉപേക്ഷിച്ച് ഇയാളുടെ കൂട്ടത്തിൽ പോയതാണ്. എന്തായാലും വളരെ കൂടുതൽ കാര്യങ്ങളൊക്കെ ഇൻവെസ്റ്റിഗേഷനിലായതുകൊണ്ട് മറ്റു കാര്യങ്ങൾ പറയുന്നില്ല. പ്രത്യേകിച്ച് പോക്സോ കേസാണ്. ഇത് കൂടാതെ തന്നെ നിലവിൽ പല പോലീസ് സ്റ്റേഷനിൽ ഞാനതിൻ്റെ മലപ്പുറം കാളികാവ് പോലീസ് സ്റ്റേഷനിൽ ഒരു മർഡർ കേസിൽ ഇപ്പോൾ അബ്സ്കോണ്ടായി നടക്കുന്ന ആളാണ്. പിന്നെ കൂടാതെ അടിമാലി, മൂന്നാർ, മണിമല, വെള്ളത്തൂവൽ കുറേ കേസുകൾ, പിന്നെ ബാലരാമപുരം പോലീസ് തന്നെ ഇപ്പോൾ റീസെൻ്റായിട്ട് എടുത്തിട്ടുള്ളൊരു പോക്സോ കേസുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ സ്ഥിരം ഏർപ്പെടുന്ന ഒരു കൊടും ക്രിമിനലാണ് അവനെ. അയാളുടെ ബേസിക്കലി അവിടെയാണ് അയാൾ. പിന്നെ ഇങ്ങനെ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുക, സ്ഥലം വിടുക, ഇതൊരു സ്ഥിരം ആയിട്ടുള്ള കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന വ്യക്തിയാണ്. ഉണ്ട് റേപ്പ് കേസുകൾ തന്നെ ഉണ്ട്. അത് ശിക്ഷിച്ചിട്ടുണ്ട്, തൊടുപുഴ കോടതി ശിക്ഷിച്ചിട്ടുമുണ്ട്. പോക്സോ ഇപ്പം റീസെൻ്റായിട്ട് ബാലരാമപുരത്തൊരു കേസുണ്ട്, ഒരു മർഡർ കേസാണ്. അപ്പോൾ എന്തായാലും പോലീസിൻ്റെ പ്രവർത്തനത്തിൽ നന്നായിട്ട് വർക്ക് ചെയ്തു. കുറച്ച് താമസം ഉണ്ടായിട്ടുണ്ട്, ഡിലേ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അത് അയാളുടെ ഒളിത്താവളം കണ്ടുപിടിക്കുന്നതിന് കുറേ മൊബൈലൊന്നും ഉപയോഗിക്കുന്നില്ലായിരുന്നു. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. അത് വളരെ ഭംഗിയായിട്ട് അതിനെ റീഹാബിലിറ്റേഷൻ ചെയ്യുന്നുണ്ട്, അതിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ട്. അന്ന് തന്നെ കേസ് രജിസ്റ്റർ ചെയ്താൽ അന്ന് തന്നെ കേസെടുത്ത് അന്വേഷണം ഇനിയിപ്പോൾ പെട്ടെന്ന് തന്നെ ചാർജ് കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. കൂടുതൽ കാര്യങ്ങളൊക്കെ ഇപ്പോൾ വെളിപ്പെടുത്താൻ പറ്റില്ല. എന്തായാലും പോലീസിൻ്റെ ഒരു സമർത്ഥമായ അന്വേഷണത്തിൽ കൂടി ഇവരെ കണ്ടെത്താനും അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യാനും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാനും സാധിച്ചു. ഇല്ല. ഓക്കെ, താങ്ക് യു. DYSP ആണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. 13 വയസ്സുകാരി അമ്മയുടെ ഒത്താശയോടെ പീഡിപ്പിച്ച സംഭവത്തിൽ ഇയാളെ പിടികൂടിയത് മംഗലാപുരത്ത് നിന്നാണ് പിടികൂടാൻ സാധിച്ചതെന്നാണ് പറയുന്നത്. ആ പ്രതി ഈ കേസിൽ മാത്രമല്ല ഒട്ടേറെ വേറെ ഒരുപാട് പോക്സോ കേസുകളിലും മറ്റു കേസുകളിലും പ്രതിയാണ്. കൊലക്കുറ്റം ഉൾപ്പെടെയുള്ള കേസുകളിൽ പ്രതിയാണ്. അപ്പോൾ പോലീസിന്റെ ഇടപെടലും കൃത്യമായി എന്നാണ് ഇപ്പോൾ DYSP പറയുന്നത്. ശ്രീകുമാരൻ ആണ് നേരത്തെ ആ വാർത്ത നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. അതെ, അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന DYSP നന്ദകുമാറാണ് ഇക്കാര്യം പറഞ്ഞത്. പോക്സോ കേസായതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്താൻ കഴിയുകയുമില്ല.